ദുബായിൽ വിന്റർ ആയിട്ട് ഇതുവരെ ചിക്കൻ ചുടാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഡെസേർട്ടിൽ ചിക്കൻ ചുടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിക്കനും അമ്മൂസും എല്ലാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിപ്പെടാൻ ട്രാഫിക് കാരണം കൊണ്ട് കുറച്ച് ലേറ്റായി. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആച്ചി ആൻഡ് ഫാമിലി നമ്മൾക്ക് ചുടാനുള്ള എല്ലാ സെറ്റപ്പും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ക്രാബ് ഗ്രിൽ ചെയ്തതും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനു മുന്നേ ക്രാബ് ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ക്രാബ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചുപ്പ അവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ക്യാമറ ആയിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ കൊച്ചുപ്പയാണ് നമുക്ക് ഗ്രില്ല് അടിപൊളിയാക്കി തരാൻ പോകുന്നത്. അപ്പോഴേക്കും വെച്ചിട്ട് നല്ല കാവത്തിൻ്റെ ചായ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വർത്താനം പറയാനിരുന്നു കേട്ടോ. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേരം വൈകിയതിൻ്റെ കാരണമാണ് കേട്ടോ. അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ ഇവിടെ ഒരാൾ എന്നെയും കൂടെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ഇക്കാന്റെ മോനാണ്. ഇന്ന് നമുക്ക് ചിക്കൻ ചുടൽ മാത്രമല്ല കേട്ടോ, ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഉണ്ട്. ദുബായിലേക്ക് വന്ന നമ്മുടെ മുഹമ്മദിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ മോനിക്ക് ഒരു ചെറിയ സർപ്രൈസും കൂടി ആയിട്ടോ. ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലനെ ടെൻറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ടെൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പിള്ളേർ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി കിടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കാൻ പോകുന്നത് പുറത്താണ്. പുറത്ത് നമ്മുടെ മൂൺ ലൈറ്റിൽ എത്ര നേരം നമ്മൾ തണുപ്പിനെ അതിജീവിക്കുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര അധികം നേരമൊന്നും നിന്നില്ല. ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി.